ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ ദശകം 13 ഹിരണ്യാക്ഷവധം. ഹിരണ്യാക്ഷനുമായി ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്തും ഹിരണ്യാക്ഷവധവും മഹർഷിമാരുടെ സ്തുതിയുമാണ് ഈ ദശകത്തിലുള്ളത്. ശ്ലോകം 1. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജ ജംഘ പരിമിതേ ഭവത് ഭക്തഃ ഗത്വാ കപടപടൂതിഃ നാരദമുനിഃ ശനൈഃ ഊജേ നന്ദൻ ധനുജം അഭിനിന്ദൻ തവ ഫലം. താവത് ഭവത് ഭക്തഃ, അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും, കപടപടൂതിഃ നാരദമുനിഃ, കാപഢ്യത്തിന് സമർത്ഥനം ബുദ്ധിമാനുമായ ശ്രീനാരദ മഹർഷി, വരദ ഭവത് അന്വേഷണപരം, വരദാതാവായിട്ടുള്ളവനെ അങ്ങയെ തിരഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടവനും, നിജ ജംഘാപരിമിതേ സാംവർത്തേ പയസി ചരന്തം, തൻ്റെ കണം കാലോളം മാത്രം എത്തുന്നതായ പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷം ഗത്വാ, ഹിരണ്യാക്ഷനെ പ്രാപിച്ച് ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് ധനുജം നന്ദൻ തവ ഫലം നിന്ദനഭി ശനൈഹി ഊജേ, അസുരനെ അതായത് ഹിരണ്യാക്ഷനെ ശ്രേഷ്ഠനായി പറഞ്ഞുകൊണ്ടും അങ്ങയുടെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും പതുക്കെ സാവകാശത്തിൽ പറഞ്ഞു. വരാഹമൂർത്തി ഭൂമിയെ പാതാളത്തിൽ നിന്നും എടുത്തുകൊണ്ട് തൻ്റെ മൂക്കുകൊണ്ട് പൊന്തിച്ച് ശക്തിയുള്ള ദ്രംഷ്ടങ്ങൾക്കിടയിൽ വെച്ച് അദ്ദേഹം മേൽപോട്ട് ഉയരാൻ തുടങ്ങിയപ്പോൾ അങ്ങയെ അന്വേഷിച്ച് തൻ്റെ കണം കാലോളം മാത്രം വെള്ളമുള്ള പ്രളയസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ്റെ അടുക്കൽ ചെന്ന് കപടതന്ത്രങ്ങളിൽ വളരെ സാമർഥ്യമുള്ള നിൻ തിരുവടിയുടെ ഭക്തനായ നാരദമുനി സാവധാനത്തിൽ ആ അസുരനെ സ്തുതിച്ചും നിൻ തിരുവടിയുടെ ശക്തിയെ നിന്ദിച്ചും താഴെ പറയും പ്രകാരം പറഞ്ഞു. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. ശ്ലോകം 2. സമായാവി വിഷ്ണോർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിതാം നദൻ ക്വാസൗ ക്വാസൗ ഇതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാത്. സഹ മായാവി വിഷ്ണുഃ ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിം ഇദം ഇതി തേന അഭിഗദിതഃ നദൻ ക്വ അസൗ ഇതി സഹ മുനിനാ ദർശിതപദഃ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദഗാത്. സഹ മായാവി വിഷ്ണുഃ, ആ മായാവിയായ വിഷ്ണു, സ്വതവേ വിഷ്ണു മായാവിയാണല്ലോ, ഇവിടെയും ആ മായ തന്നെയാണ് വിഷ്ണു കാട്ടുന്നത്.
എന്ന് സൂചിപ്പിക്കുന്നു. ഭവദീയാം വസുമതീം ഹരതി, അങ്ങയുടേതായ ഭൂമിയെ ഇതാ തട്ടിക്കൊണ്ടുപോകുന്നു. പ്രഭോ കഷ്ടം കഷ്ടം ഇതം കിം, സ്വാമി മഹാകഷ്ടം തന്നെ, ഇതെന്ത്, ഇത് സംഭവിച്ചുകൂടാത്തതാകുന്നു. ഇതി തേന അഭിഗതിതഃ, എന്നിങ്ങനെ അദ്ദേഹം നാരദ മഹർഷി അസുരനെ നോക്കി പറഞ്ഞു. അപ്പോൾ സഹ ക്വ അസൗ ഇതി നഥൻ, ഇവൻ ഈ ഹിരണ്യാക്ഷൻ ഭഗവാനെ തേടിക്കൊണ്ട് എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനിന ദർശിതപഥഃ, മുനി കാട്ടിക്കൊടുത്ത ആ വഴിയെ കണ്ടുകൊണ്ട് ധരണിധരം ഉദകാത് ഉദ്യന്തം ഭവന്തം സംപ്രാപ, ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്നും കയറി വരുന്ന അങ്ങയെ സംപ്രാപിച്ചു, അതായത് കണ്ടെത്തി. നാരദൻ അസുരനോട് പറയുന്നു, ശൂത്രശാലിയായ ആ വിഷ്ണു വ്യാജസ്വരൂപം കൈകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന് പാതാളത്തിൽ സൂക്ഷിച്ചിരുന്ന ഭൂമിയെ ഇതാ അപഹരിച്ചു കൊണ്ടുപോകുന്നു. അല്ലയോ പ്രഭോ, ഇത് വളരെ കഷ്ടം തന്നെ. അങ്ങ് എന്താണ് അലസനായിരിക്കുന്നത് എന്നിങ്ങനെ നാരദൻ പറഞ്ഞത് കേട്ട് ആ അസുരശ്രേഷ്ഠൻ അവനെവിടെ എന്ന് അട്ടഹസിച്ചുകൊണ്ട് മുനി കാണിച്ചു കൊടുത്ത വഴിയെ ഭൂമിയെ പൊക്കിയെടുത്തുകൊണ്ട് ജലത്തിൽ നിന്നും പൊങ്ങുന്ന നിൻ തിരുവടിയുടെ അടുക്കലെത്തി. സമായാവി വിഷ്ണോർഹരതി ഭവദീയാം വസുമതീം, പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതാം, നദൻ ക്വാസൗ ഇതി സമുനിനാ ദർശിതപഥോ, ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാത്. ശ്ലോകം 3. ഭഗവാൻ ഭൂമിയെ വീണ്ടെടുക്കുന്നു. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ, പയോധൗ ആധായ പ്രസഭമുദയുങ്ധാമൃതവിധൗ. അഹോ ആരണ്യഃ അയം മൃഗഃ ഇതി ഹസന്തം ബഹുതരൈഃ ദുരുക്തൈഃ വിദ്യന്തം ദിദിസുതം അവജ്ഞായ ഭഗവൻ, മഹീം ദൃഷ്ട്വാ ദംഷ്ട്ര ശിരസി ചകിതാം സ്വേന മഹസാ, പയോധൗ ആദായ പ്രസഭം ഉദയുങ്ക്താ മൃതവിധൗ. അഹോ അയം ആരണ്യഃ മൃഗഃ ഇതി ഹസന്തം, കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നിങ്ങനെ പുച്ഛിച്ചു പറയുന്നവനായിട്ട്, എന്നിട്ട് ബഹുതരൈഹി ദുരുക്തൈഹി വിന്ധ്യന്തം, പലതരത്തിലുള്ള ദുർവാക്കുകളാൽ തന്നെ വേദനപ്പെടുത്തുന്നതുമായ ദ്വിതിസുതം അവജ്ഞായ, ആ അസുരനെ അവഗണിച്ച് കണക്കാക്കാതെ ഭഗവാനെ അവിടുന്ന് മഹീം ദംഷ്ട്രാശിരസി ചകിതാം ദൃഷ്ടുവ, ഭൂമിയെ ദ്രംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് പേടിച്ച് വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേന മഹസാ പയോധൗ ആദായ, തൻ്റെ പ്രഭാവത്താൽ സമുദ്രജനത്തിൽ മീതെ അതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പ്രസഭം മൃതവിധൗ ഉദയുങ്ക്താഹ, തൽക്ഷണം കൂസാതെ യുദ്ധം ചെയ്യുന്നതിന് ഒരുങ്ങി പുറപ്പെട്ടു. ഹിരണ്യാക്ഷൻ ആ മഹാവരാഹമൂർത്തിയെ കണ്ടിട്ട്, അയ്യോ കഷ്ടം, എനിക്ക് എതിരാളിയായി ഈ മുനി കാണിച്ചു തരുന്നത് ഒരു കാട്ടുമൃഗത്തെയാണോ എന്നിങ്ങനെ പരിഹസിച്ച് പല ദുർവാക്കുകളെയും വർഷിക്കുന്ന ആസുരനെ വകവയ്ക്കാതെ, അല്ലയോ ഭഗവാനെ, അങ്ങ് തേറ്റയുടെ അറ്റത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ കണ്ട് അതിനെ തൻ്റെ
യോഗബലം കൊണ്ട് സമുദ്രജലത്തിൻ്റെ മേൽഭാഗത്ത് ഉറപ്പിച്ചിട്ട് ബലാത്കാരേണ യുദ്ധത്തിനായി ഉദ്യമിച്ചു. അഹോ ഹസന്തം, ഒരു സാധു മനുഷ്യൻ ഈ കാട്ടുമൃഗത്തെയാണോ, അതായത് ഈ ക്ഷുദ്രജീവിയെയാണോ എനിക്ക് യുദ്ധത്തിനായി കാട്ടിത്തരുന്നത്? കഷ്ടം എന്ന് സാരം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗവാധായ പ്രസഭമുദയുങ്ധാമൃതവിധൗ. ശ്ലോകം 4. അസുരനും യുദ്ധത്തിനിറങ്ങുന്നു. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയതാം രണാലോകൗത്സുക്യാത്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിശേ. ഗദാപാണൗ ദൈത്യേ ത്വം അഭിഃ ഗൃഹീത ഉന്നത ഗദഃ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവ ഉത്കുഷ്ട വിയതാ രണ ആലോക ഉത്സുക്യാത് മിളതി സുര സംഖ്യേ ദ്രുതം അമോ നിരുന്ധ്യാം സന്ധ്യാതഃ പ്രഥമം ഇതി ധാത്ര ജഗദിഷേ. ദൈത്യ ഗദാപാണൗ, അസുരൻ യുദ്ധത്തിനായി കയ്യിൽ ഒരു ഗദയുമായി വന്നപ്പോൾ ത്വമഭി ഗൃഹീതോ ഉന്നത ഗദഃ, അവിടുന്ന് ഊക്കൻ ഒരു ഗദയും കൈക്കൊണ്ട് ഘടഘടരവോത്കുഷ്ട വിയത, ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടിയുണ്ടാകുന്ന ഘടഘടാ ശബ്ദത്താൽ നിയുദ്ധേന ക്രീഡൻ ഹി, ആകാശത്തും ഒച്ചപ്പാടുണ്ടാക്കുന്ന ദ്വന്ദ്വയുദ്ധത്താൽ വിഹരിക്കവേ രണ ലോക ഉത്സുകാത് സുരസംഖ്യേ മിളതി സതി, യുദ്ധം കാണുവാനുണ്ടാകുന്ന കൗതുകത്താൽ ദേവന്മാർ കൂട്ടം കൂട്ടമായി വന്നു ചേർന്നുകൊണ്ടിരിക്കെ ദ്രുതം സന്ധ്യാതഃ പ്രഥമം അമും നിരുന്ധ്യാഹ ഇതി ധാത്രാ ജഗദിഷേ, ക്ഷണത്തിൽ സന്ധ്യയാകുന്നതിനു മുൻപേ തന്നെ ഇവനെ വധിക്കണമേ എന്ന് ബ്രഹ്മാവ് അങ്ങയോട് ഉണർത്തിച്ചു. ആ ഹിരണ്യാക്ഷൻ ഗദാപാണിയായി നിൽക്കുന്നത് കണ്ടിട്ട് നിൻ തിരുവടിയും ഒരു വലിയ ഗദ കൗമോദകി, അതിനെ കൈക്കൊണ്ട് ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഘടഘടാ ശബ്ദം കൊണ്ട് ബ്രഹ്മാണ്ഡ കടാകത്തിൻ്റെ അന്തർഭാഗം മുഴുവനും മുഴങ്ങത്തക്കവണ്ണം യുദ്ധം ചെയ്ത് ക്രീഡിക്കുമ്പോൾ യുദ്ധം കാണുവാനുള്ള കൗതുകത്താൽ ആകാശത്തിൽ ദേവന്മാർ വന്ന് നിരനിൽക്കെ ബ്രഹ്മാവ് നിന്തിരുവടിയോട് ഇവനെ സന്ധ്യയ്ക്ക് മുമ്പേ നിഗ്രഹിക്കണം എന്ന് അറിയിച്ചു. സന്ധ്യാസമയം അസുര രാക്ഷസാദികൾക്ക് വീര്യം വർദ്ധിക്കുന്ന സമയമാണ്. ഭഗവാൻ ഇതറിയാം. എന്നാലും ബ്രഹ്മാവിൻ്റെ ഒരു മുന്നറിയിപ്പ്, അത് ഒരു ലോകസാധാരണമാണ്. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയതാം രണാലോകൗത്സുക്യാത്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിശേ. ശ്ലോകം 5. ഗദോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ.
ഗദാ ഉത്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം തിതി ഭുവഃ ഗദ ആഘാതാദ് ഭൂമൗ തടിതി പതിതായാം അഹ അഹ ഭോഃ മൃദുസ്മേര അസ്യ ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വ ഖരഭുവി ദധാനഃ രുരുജിഷേ. തസ്മിൻ ഗദോർമർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, തവ ഗദായാം ഖലു ദിതിഭുവഃ ഗഡ ആഘാതാദ് ധടിതി ഭൂമൗ പതിതായാം, അങ്ങയുടെ ഗദയാകട്ടെ ദൈത്യൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് നിലത്ത് വീണ് പോയപ്പോൾ, അഹഹ ഭോഹോ മൃദുസ്മേര സചഹ ത്വം, ആശ്ചര്യം അല്ലേ, അവിടുന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ധനുജകുല നിർമൂലചണം മഹാചക്രം സ്മൃത്വ, അസുരവർഗത്തെ മുഴുവനുമായും വേരറുക്കുന്നതിൽ പേരെടുത്ത മഹത്തായ ചക്രം, അതായത് സുദർശന ചക്രത്തെ ധ്യാനിച്ച് വരുത്തിയിട്ട് കരഭുവി ദധാനഃ രുരുജിഷേ, അതിനെ തൃക്കൈയിലേന്തിക്കൊണ്ട് അവിടുന്ന് വിളങ്ങി. ആ ഗദായുദ്ധത്തിൽ നിൻ തിരുവടിയുടെ ഗദ അസുരൻ്റെ ഗദയുടെ അടിയേറ്റ് പെട്ടെന്ന് താഴെ വീണു. അത്ഭുതം, അത്യത്ഭുതം. നിൻ തിരുവടി ചെറിയ പുഞ്ചിരിയോടുകൂടി അസുരകുലത്തെ നിശേഷം നശിപ്പിക്കുന്നതിന് പ്രസിദ്ധി നേടിയ മഹാചക്രത്തെ ധ്യാനമാത്രത്താൽ വരുത്തി കയ്യിൽ ധരിച്ചുകൊണ്ട് വിളങ്ങി. ഗദോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാം അഹഹ ഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. ശ്ലോകം 6. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയിച്ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. തതഃ ശൂലം കാലപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി ഏനത് കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സഹ ഖലു വിദുതാൻ ത്വാം സമ തനോത് ഗളൻ മായേ മായാഃ ത്വയി കില ജഗത് മോഹനകരീഹി. കാലപ്രതിമ ഋഷി ദൈത്യൈ, അന്ധകനെ പോലെ ക്രുദ്ധനായിട്ട് ആ അസുരൻ, തതഃ ശൂലം വിസൃജതി സതി, അപ്പോൾ ശൂലമെടുത്ത് ഉപയോഗിക്കുവാൻ ഒരുങ്ങുകയും, ഏന കരകലിത ചക്രപ്രകരണാത് ത്വയി ചിന്തതി, ഇതിനെ, ഈ ശൂലത്തെ കയ്യിലേന്തിയ ചക്രമെറിഞ്ഞ് അവിടുന്ന് മുറിച്ച് കളയുകയും ചെയ്തപ്പോൾ, സഖലു സമാരുഷ്ടഃ ത്വാം മുഷ്ട്യാ വിദുധൻ, അവനാകട്ടെ അത്യന്തം ക്രുദ്ധനായിട്ട് അങ്ങയെ മുഷ്ടി ചുരുട്ടിയടിച്ച് വല്ലാതെ വേദനപ്പെടുത്തി തുടങ്ങി. അതുമാത്രമല്ല, ഗളന്മായേ ത്വയി ജഗന്മോഹനകരീ മായാഃ സമധനോത് കില, മായാ സമ്പർക്കമേശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അന്ധാളിപ്പിക്കുവാനുള്ള പല മായകളും കാട്ടുവാൻ ഒരുങ്ങുകയും ചെയ്തുവല്ലോ. അനന്തരം സംഹാരരുദ്രനെ പോലെ കോപിച്ച ഹിരണ്യാക്ഷൻ പ്രയോഗിച്ച ശൂലത്തെ തൃക്കൈയിലുള്ള ചക്രം കൊണ്ട് നിൻ തിരുവടി മുറിച്ചപ്പോൾ അവൻ പിന്നെയും കോപിച്ച് കൈ ചുരുട്ടി വലിയ ഊക്കോടുകൂടി നിൻ തിരുവടിയെ പ്രഹരിച്ചു കൊണ്ടും
മായകൾ കൊണ്ടൊന്നും ഏൽക്കാത്ത നിൻ തിരുവടിയുടെ നേർക്ക് ത്രൈലോകത്തെ മയക്കും തക്കവണ്ണമുള്ള പല പല മായകളെ പ്രയോഗിച്ചു. ഖലു മുഷ്ടിപ്രയോഗം എതിരാളിയെ നന്നെ വേദനപ്പെടുത്തുമെന്നാണ് പ്രയോഗിക്കുന്നവൻ്റെ വിശ്വാസം. കില ജഗന്മോഹനകാരികളായ മായകൾ ഇവിടെയും ഫലപ്പെടുമെന്ന് അസുരൻ കരുതി കളഞ്ഞു. മഹാമൂഢൻ എന്നാണ് ഇവിടെ ഭട്ടതിരി സൂചിപ്പിക്കുന്നത്. മായാപ്രയോഗങ്ങളൊന്നും തന്നെ ഭഗവാനെ ഏൽക്കുന്നില്ല, അതായത് ബാധിക്കില്ല. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയിച്ഛിന്തത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദംസ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. ശ്ലോകം 7. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തദോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാംഘുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഭവർചക്ര ജ്യോതിക്ഷണ ലവ നിഭാതനെ വിദുതേ തതഃ മായാ ചക്രേ വിദത ഘന രോക്ഷാന്ത മനസം ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്തം അസുരം സ്വപാദം അങ്കുഷ്ഠേന ശ്രവണ പദമൂലേ നിരവധി. തതഃ മായാചക്രേ ഭവചക്ര ജ്യോതിക്ഷണ ലവ നിഭാതേന വിധുതേ സതി. അപ്പോൾ ആ അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി പറന്നുപോയപ്പോൾ വിധതഘന രോഷാന്ത മനസം വളരെ വർദ്ധിച്ച ശുണ്ഠി വന്നിട്ട് വിവേകമില്ലാത്തവനുമാകി ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്തം അസുരം നന്നേ കനത്ത മുഷ്ടിപ്രഹരങ്ങൾ നന്നായി ഏൽക്കുന്നതുമായ അസുരനെ ഹിരണ്യാക്ഷനെ സ്വപാദാങ്കുഷ്ടേന ശ്രവണ പദമൂലെ നിരവധീഹി അവിടുന്ന് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് കരണക്കുറ്റിക്ക് നന്നായൊരു വീക്ക് വീക്കി. അവൻ പ്രയോഗിച്ച മായാജാലമെല്ലാം തൃക്കൈയിൽ ഉള്ള ചക്രത്തിൻ്റെ ഒരു പൊരി വീണപ്പോൾ നശിച്ചതിനാൽ വളരെ വർദ്ധിച്ച കോപത്താൽ വിവേകമില്ലാതായി തീർന്നിട്ട് ഊക്കേറിയ മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് നിൻ തിരുവടിയെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന അസുരനെ തൃക്കൈയുടെ അഗ്രം കൊണ്ട് ചെവിക്ക് താഴെ പ്രഹരിച്ചു. ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തദോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി. ശ്ലോകം 8. മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദധൃഷിഭിः ശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിः സ്തുതിഭിരനുവൻ അധ്വരതനും. മഹാകായഃ സഹ അയം തവ ചരണ പാദ പ്രമഥിതഃ ഗളത് രക്ത വക്ത്രാത് അപതത ഋഷിഭിः ശ്ലാഘിത ഹതിഃ തദാ ത്വം ഉദ്ധാമ പ്രമഥഭര വിദ്യോതി ഹൃദയഃ മുനീന്ദ്രാः സാന്ദ്രാഭിः സ്തുതിഭിः
അനുവൻ അധ്വരതനും. മഹാകായ സഹ അയം. വളരെ തടിച്ച ശരീരത്തോടു കൂടിയ ആ ഇവൻ, അതായത് അസുരൻ, തവ ചരണപാദപ്രമദിത വക്ത്രാൻ ഗളദ്രക്ത അപതത്. അങ്ങയുടെ കാൽ ചുവട്ടേറ്റ് ചതഞ്ഞ് വായിൽ നിന്നും ചോര കക്കിക്കൊണ്ട് താഴെ വീണ് മരിച്ചു. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെ മോക്ഷവും ലഭിച്ചു. ഋഷിഭിഹി ശ്ലാഘിതഹതിഹി. മഹർഷിമാർ ആ ദുഷ്ടനിഗ്രഹത്തിൽ ആഹ്ലാദിച്ചു. തഥാ ത്വാം ഉദ്ധാമപ്രമദപരവിദ്യോതിഹൃദയാഃ മുനീന്ദ്രാഃ. ആയ അവസരത്തിൽ അങ്ങയെ അളവില്ലാത്ത സന്തോഷത്താൽ ഉള്ളു തെളിഞ്ഞ മഹർഷിശ്രേഷ്ഠന്മാർ അധ്വരഥനും, അതായത് യജ്ഞസ്വരൂപനായി കണ്ട്, സാന്ദ്രാഭിഹി സ്തുതിഭിഹി അനുവൻ, അന്തരാർത്ഥമുറ്റിയ പ്രശംസാവാചകങ്ങളാൽ സ്തുതിച്ചു. ഭീമാകാരനായ ആ അസുരൻ നിൻ തിരുവടിയുടെ തൃക്കൈ പ്രഹരമേറ്റ് രക്തം ഛർദ്ദിച്ചു നിലത്തു വീണു. ആ അസുരൻ്റെ വധത്തെ ഋഷികൾ അത്യന്തം ആഹ്ലാദിക്കുകയും ചെയ്തു. പിന്നെ മഹർഷി ശ്രേഷ്ഠന്മാർ അളവില്ലാത്ത ആനന്ദാതിശയത്താൽ മനസ്സ് തെളിഞ്ഞ് അങ്ങയെ യജ്ഞസ്വരൂപനായി കണ്ട് നിൻ തിരുവടിയെ 10 ദിക്കും മുഴങ്ങത്തക്ക വിധം സ്തുതിച്ചു. അസുരൻ പടുകൂറ്റനായിരുന്നിട്ടും ഭഗവാന്റെ ഒറ്റ പാദപ്രഹാരം കൊണ്ട് തകർന്നു പോയി എന്ന് ആശ്ചര്യം തോന്നിക്കുവാൻ ഇവിടെ മഹാകായക എന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെ ഹിരണ്യാക്ഷന് ഭഗവാന്റെ കാൽപാദം കൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിന്നുള്ള മോക്ഷം ലഭിച്ചു. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദൃഷിഭിः ശ്ലാഘിതഹതി. തദാ ത്വാമുദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിः സ്തുതിഭിരനുവൻ അധ്വരതനും. ശ്ലോകം 9. യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ അതത് അവയവങ്ങളെ അതത് യജ്ഞോപകരണങ്ങളായി കൽപ്പിച്ച് മഹർഷിമാർ സ്തുതിക്കുന്നു. ത്വജിച്ഛന്ദോ രോമസ്വപികുശഗണചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനേ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദാ. ത്വജി ഛന്ദഃ രോമസ്സു അഭി കുശഗണഃ ചക്ഷുഷി ഹൃദം ചതുർഹോധാരം അംഘ്രൗ സൃക് അഭി വദനേ ച ഉദരേ ഇടാ ഗ്രഹാ ജിഹ്വാ യാം തേ പരപുരുഷ കർണേ ച ചമസാഃ വിഭോ സോമഃ വീര്യം വരദ ഗളദേശേ അഭി ഉപസദഃ. ഹേ പരപുരുഷ തേ ത്വജി ഛന്ദഃ. അല്ലയോ പുരുഷോത്തമ, അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്ദസ്സുകളും രോമസ്സു കുശഗണഃ അഭി, രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭപുല്ലും ചക്ഷുഷി ഹൃദം, കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യും അംഘ്രൗ ചതുർ ഹോധാരഃ, കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളും വദനെ സൃക് അഭി, വായയുടെ സ്ഥാനത്ത് സൃജവും ഉദരേ ഇടാച്ച, ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശപാത്രവും ജിഹ്വായാം ഗ്രഹാഹ, നാവിൻ്റെ സ്ഥാനത്ത് സോമപാത്രങ്ങളും കർണേ ചമസാച്ച, ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളുമാകുന്നു. ഹേ വിഭോ തേ വീര്യം സോമഃ, അല്ലയോ സർവവ്യാപിൻ, അവിടുത്തെ രേതസ് സോമരസമാകുന്നു. ഹേ വരദ തേ ഗളദേശേ ഉപസദഃ അഭി, അല്ലയോ വരദാതാവേ,
അങ്ങയുടെ ഖണ്ഡപ്രദേശത്തെ ഉപസത്തുക്കൾ എന്ന ഇഷ്ടി വിശേഷങ്ങളും ഭവിക്കുന്നു. അല്ലയോ വരദ, നിൻ തിരുവടിയുടെ തൊലിയിൽ ഗായത്രി മുതലായ ഛന്ദസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലുകളും അതായത് ദർഭപ്പുല്ലുകളും കണ്ണുകൾ നെയ്യും 4 കാലിലും അദ്ധാര്യു, ബ്രഹ്മാവ്, ഹോതാവ്, ഉദഗാതാവ് എന്നുള്ള 4 ഋത്തിക്കുകളും മുഖത്തിൽ ജുഹുവും വയറ്റിൽ പുരോടാംശം വയ്ക്കുന്ന ഇട എന്ന പാത്രവിശേഷവും, പുരോടാംശം എന്നാൽ ഹവിസ് എന്ന ഒരു ഹോമദ്രവ്യം അത് വയ്ക്കുന്ന പാത്രവും, നാക്കിൽ സോമരസം എടുക്കുന്ന ഗ്രഹങ്ങൾ എന്ന പാത്രങ്ങളും, ചെവികളിൽ ഭക്ഷണദ്രവ്യങ്ങൾ വയ്ക്കുന്ന ചമസങ്ങൾ എന്ന പാത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. നിൻ തിരുവടിയുടെ വീര്യം സോമവല്ലിയുടെ രസമാകുന്നു. ഉപസത്തുക്കൾ എന്ന് പറയുന്ന യാഗവിശേഷങ്ങൾ നിൻ തിരുവടിയുടെ ഖണ്ഡദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപത്തിൽ കണ്ട് അതത് അവയവങ്ങളെ അതത് യജ്ഞ ഉപകരണങ്ങളായി കൽപ്പിച്ചുകൊണ്ട് മഹർഷിമാർ സ്തുതിക്കുന്നു. ത്വജിച്ഛന്ദോ രോമസ്വപി കുശഗണചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനേ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസാ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദാ. ശ്ലോകം 10. മുനീന്ദ്രേരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപദേ. മുനീന്ദ്രൈഹി ഇത്യാദി സ്തവന മുഖരൈഹി മോദിതമനാഃ മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാഃ രോഗം മേ സകലം അഭിവാതാലയപദേ. ഇത്യാദി സ്തവന മുഖരൈഹി മുനീന്ദ്രൈഹി മോദിതമനാഃ. ഇപ്രകാരമുള്ള സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മഹർഷിശ്രേഷ്ഠന്മാരാൽ ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനും മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ, വളരെ വലുതായ ശരീരത്തോടും അതിവിശുദ്ധമായ യശസ്സോടും കൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരി, സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനുമായ മധുരിപോ വാതാലയപദേ. സാക്ഷാൽ മധുസൂദനൻ തന്നെയായ ഗുരുവായൂരപ്പ, മേ സകലം അഭിരോഗം നിരുന്ധ്യാഃ, എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടുന്ന് നിരോധിക്കണമേ. ഇപ്രകാരം മഹർഷിശ്രേഷ്ഠന്മാർ നിരന്തരമായി ചെയ്ത സ്തുതി കേട്ട് പ്രസന്ന മനസ്സായി ഏറ്റവും പൂജ്യമായ ശരീരത്തോടും പരമപാവനമായ കീർത്തിയോടും വിളങ്ങി സ്വൈരമായി ക്രീഡിച്ചുകൊണ്ട് വൈകുണ്ഠത്തെ പ്രാപിച്ച ഗുരുവായൂരപ്പ, നിൻ തിരുവടി എൻ്റെ എല്ലാ രോഗത്തെയും ശമിപ്പിക്കണമേ. നിരുന്ധ്യാഃ അതായത് നിരോധിക്കുക, നിഗ്രഹിക്കുക, നശിപ്പിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. രോഗം നിരുന്ധ്യാഃ, രോഗം വന്നുകൂടുവാനിടയുള്ള കാരണത്തെ തടുക്കുക എന്നർത്ഥം. മുനീന്ദ്രേരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ
സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപദേ. ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 18-19 അധ്യായങ്ങൾ ഈ ദശകത്തിൽ ചുരുക്കമായി വിവരിച്ചിരിക്കുന്നു. ശ്രീ നാരായണ ഭട്ടതിരി. ശ്ലോകങ്ങളുടെ പാരായണം. ഹിരണ്യാക്ഷം താവദ്വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവ ബലം സമായാവി വിഷ്ണോർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗദിതാം നദൻ ക്വാസൗ ക്വാസൗ ഇതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാത് അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധൗ ആധായ പ്രസഭമുദയുങ്ധാമൃതവിധൗ ഗദാപാണൗ ദൈത്യെ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയതാം രണാലോകൗത്സുക്യാത്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിശേ ഗദോന്മർദ്ദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയിച്ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദംസ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തദോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാംഘുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകായഃ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദധൃഷിഭിः ശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിः സ്തുതിഭിരനുവൻ അധ്വരതനും ത്വജിച്ഛന്തോ രോമസ്വപി കുശഗണചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനേ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദാ മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ
നിരുന്ധ്യാരോഗം മേ സകലമഭിവാതാലയപദേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.